ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞിട്ട് ഇന്ത്യ ഇവിടെ നടത്തിയ ഭീകരാക്രമണത്തിനെതിരെ തിരിച്ചു പ്രതികരിച്ചായിരുന്നു. ഈ പ്രതികരണത്തിൽ ഇന്ത്യ അവിടുന്ന് കൊന്നൊടുക്കിയത് അവിടുത്തെ ഭീകരന്മാരെയും ഭീകരവാദികളെ ട്രെയിനിങ് ചെയ്യുന്ന ട്രെയിനിങ് സെന്ററുകളെയാണ്. അവിടുത്തെ ഒരു സാധാരണ ജനങ്ങളെ പോലും നമ്മൾ ആക്രമിച്ചിട്ടില്ല. നമ്മളുടെ വാർത്തകളും ചാനലുകളും യൂട്യൂബും എല്ലാം റിപ്പോർട്ട് ചെയ്തത് നമ്മൾ അവിടുത്തെ ഒരു സാധാരണ ജനങ്ങളെയോ കുട്ടികളെയോ പോലും ആക്രമിച്ചിട്ടില്ലെന്നാണ്. എന്നാൽ നമ്മുടെ നാട്ടിൽ താമസിച്ച് നമ്മുടെ ഗവൺമെന്റിന്റെ ഇൻഫ്രാസ്ട്രക്ചറും നമ്മുടെ ആർമിയുടെ പ്രൊട്ടക്ഷനും അനുഭവിക്കുന്ന കുറെ മരപ്പാഴുകൾ പാകിസ്ഥാനി സർക്കുലേറ്റ് ചെയ്യുന്ന വാർത്തകളാണ് അവന്മാർക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിച്ചത്. നമ്മൾ അവിടുത്തെ പള്ളികൾ നശിപ്പിച്ചു, നമ്മൾ അവിടുത്തെ സാധാരണ ജനങ്ങളെ ഉപദ്രവിച്ചു എന്നുള്ള വാർത്ത ഇന്ത്യയിലെങ്ങും ഇല്ല. അവരുടെ രാജ്യത്ത് അവന്മാര് മുഖം രക്ഷിക്കാനായിട്ടിട്ട വാർത്തയാണ് ഇവന്മാർക്ക് ഇവിടെ കിട്ടിയത്. ഇത്തരത്തിലുള്ള മരപ്പാഴുകളിൽ ഒന്ന് റിയാസ് സലീം എന്തെങ്കിലും ചോദിച്ചു എന്നും പറഞ്ഞ് പറയുകയും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് കുറെ ഛർദ്ദിച്ചു വെച്ചിട്ട് അവന് ഭയങ്കര ബുദ്ധിയാണ് വിവരമാണെന്ന് കാണിക്കുന്ന റിയാസ് സലീമാണ് ഒന്നാമത്തെ ആള്. രണ്ടാമത്തെ ആള് ടർബോയിൽ അഭിനയിച്ച ആമിന നിജം എന്ന് പേരിട്ടിട്ട് അവർ ഒരു നിജവും പറയുന്നില്ല. ഇവർക്കും കിട്ടിയത് പാകിസ്ഥാനിൽ വളർന്നുകൊണ്ടിരിക്കുന്ന വാർത്തയെക്കുറിച്ചിട്ടാണ് ഇവർക്ക് കിട്ടിയത്. ഇത് മാത്രമല്ല, ഇതുപോലെ കുറെ മരവാഴകളുണ്ട്. അതിനകത്ത് ഒരുത്തൻ ഷാഹുൽ അമീർ എന്ന് പറയുന്ന ഒരുത്തൻ 24 ന്യൂസിന്റെ താഴെ ചറപറ കമന്റ് ഇട്ടിട്ടുണ്ട്. ഐ ലവ് കിസ്താൻ 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 കിസ്താൻ, ഞാൻ കിസ്താനിൽ നിന്നും പെണ്ണ് കിട്ടും, പിന്നെയും കിസ്താൻ 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 കിസ്താൻ, ഞാൻ ഇന്ത്യ വിടുന്നു, ഇവിടെയുള്ള പെണ്ണുങ്ങൾക്ക് മേക്കപ്പ് മാത്രം, എനിക്ക് പാകിസ്ഥാൻ മതി കിസ്താൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. മോനെ, നീ ഇന്ത്യ വിടണം, നീ ഇന്ത്യ നിൽക്കാൻ പാടില്ല, നീ എങ്ങോട്ടെങ്കിലും ഈ നാട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകണം. അത് എൻ്റെ ഒരു അഭ്യർത്ഥനയായിട്ട് നീ കണക്കാക്കണം. നിനക്ക് ഇവിടെ നിന്നിട്ട് അവിടെയാണ് കൂറെങ്കിൽ നീ ഇറങ്ങി പൊക്കോ. നീ അവിടെ ചെന്ന് അവന്മാർക്ക് അതിനേലും വലിയ ശിക്ഷ കിട്ടാനില്ല, നീ ഒന്ന് ഇറങ്ങിപ്പോയാൽ മതി. പിന്നെ നിനക്ക് ഇവിടെ പെണ്ണ് കിട്ടുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, നീ ഇവിടുന്ന് പെണ്ണ് കെട്ടുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. നിനക്ക് കിട്ടിയാലും ഇല്ലല്ലോ, നീ ഇവിടുന്ന് കെട്ടിയാലും ഇല്ലല്ലോ, അവിടുന്ന് കെട്ടിയാലും ഇല്ലേലും നിനക്ക് പെണ്ണ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതല്ല തെറ്റ്. നിന്റെ അച്ഛന് ഇവിടുന്ന് പെണ്ണ് കിട്ടിയതാണ് തെറ്റ്, നിന്റെ അച്ഛന് ഉണ്ടായതാണ് തെറ്റായിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയെ എതിർക്കുന്ന കുറേ മരപ്പാഴുകളുണ്ടെന്ന് മനസ്സിലാക്കുക. നമ്മളെപ്പോലെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ വിജയത്തിൽ അഭിമാനം കൊള്ളുന്നവർ മാത്രമല്ല, ഇത്തരത്തിൽ കുറെ കോപ്പന്മാരുണ്ട്. ഇവന്മാരുടെ എല്ലാം കോപ്പെടുത്ത് സൈബർ സെല്ലിന് അയച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങളും കൊടുക്കുക.